ഇനി ഉന്നക്കായ ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്നൊന്നും ആരും പറയണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുകയാണെങ്കിൽ ഉന്നക്കായ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ 2 കിലോ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഉന്നക്കായ ഉണ്ടാക്കാൻ പഴം എടുക്കുമ്പോൾ ഇതുപോലെ അധികം പഴുക്കാനും പാടില്ല, എന്നാൽ തീരെ പച്ചയാവാൻ പാടില്ല. ഒരു മീഡിയം ലെവലിലുള്ള പഴം എടുക്കുക കേട്ടോ. പഴമൊക്കെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് സ്റ്റീം ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റീം ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ടൊരു 20-25 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും നമ്മൾ പഴമൊക്കെ ഒന്ന് വെന്ത് കിട്ടും. പഴമൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് തൊലി കളഞ്ഞെടുക്കാം. നല്ല ചൂടുണ്ടാവും, കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. ഈ ഒരു പഴം ചൂടാറുന്ന വരെ വെയിറ്റ് ആക്കാൻ പാടില്ല. നമ്മൾ ചൂടോടെ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വേഗം തന്നെ ചെയ്ത് തീർക്കണം, ഇല്ലെങ്കിൽ ഇത് ഉടഞ്ഞ് കിട്ടൂല. ഇപ്പോൾ ഇതാ തൊലി കളഞ്ഞ പഴം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ പൊട്ടാറ്റോ മാഷറോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഓരോന്ന് വീതം എടുത്തിട്ട് ഉടച്ച് വെക്കണം. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാക്കിയാൽ ശരിയാവില്ല. ഞാനിപ്പോൾ ഇവിടെ എല്ലാതും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ടിപ്പാണ്. നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച പഴം ഒന്നും കൂടെ ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടും. നമ്മളിപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബീറ്റ് ചെയ്യുക, പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക, പിന്നെയും ബീറ്റ് ചെയ്യുക, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ ഞാനിവിടെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് 3 തവണയായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ ഈ ഒരു മാവ് നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഇനി ഉന്നക്കായയുടെ ഉള്ളിൽ ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വീതിയും വിസ്താരമൊക്കെ ഉള്ള ഒരു പാത്രം വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഈ പാത്രം ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഒന്ന് ഗോൾഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പോളം ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഗോൾഡ് കളറാകുമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഈ തേങ്ങ ഒന്ന് ചൂടായാൽ മതി കേട്ടോ, ഗോൾഡ് കളറാക്കൊന്നും വേണ്ട. ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നിങ്ങൾ ഒരളവിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇനിയിപ്പോൾ 10 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. 2 കിലോ പഴത്തിന് 10 മുട്ട എന്നുള്ള കണക്കാണ്. ഇതെല്ലാം മെഷർമെൻറ്റ് കറക്റ്റാണ്. ഇതുപോലെ തന്നെ എടുത്താൽ മതി. മുട്ട ചേർത്ത് ഇളക്കിയത് ഈ ഒരു സ്റ്റേജ് വരെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉന്നക്കായയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഇതിപ്പോൾ നമ്മളെ വലിപ്പത്തിനനുസരിച്ചിട്ട് ചെറുതോ വലുതോ ഒക്കെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കുന്നത്. നല്ല വലുതല്ല നല്ല ചെറുതോ അല്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ചെറിയ ഒരു പകുതി എടുത്തിട്ട് ഇതുപോലെ കൈയിനടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറച്ച് കയ്യിൽ ഓയിൽ തടവിയിട്ട് വേണം കേട്ടോ ഈ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ഇതാ ഉള്ളിൽ ഫില്ലിങ് ആക്കി കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം മടക്കി കൊടുക്കണം. പിന്നെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒരു ഉന്നക്കായയുടെ ഷേപ്പാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇവിടുത്തെ കറക്റ്റായിട്ട് ഉന്നക്കായയുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മുഴുവനും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചാക്കിയിട്ടുണ്ട്. ബാക്കി ഞാനിനി പിന്നീടാട്ടോ ആക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചട്ടിയിൽ ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടാലും മതി. ഷാലോ ഫ്രൈ ആക്കിയിട്ട് ചെയ്തെടുത്താലും മതി. ഇതുപോലെ നമുക്ക് എല്ലാതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റാം കേട്ടോ. ഇനി ഇത് ഇപ്പം തന്നെ ഫ്രൈ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ഡപ്പയിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആർക്കും ഫ്ലോപ്പ് ആവാണ്ട് തന്നെ കിട്ടും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.